ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കൊണ്ടൊരു റെസിപ്പിയാണ്. അഫ്ഗാനി മട്ടൻ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 600 ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവനുസരിച്ച് വേണം ഫിസിലിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 സവോള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എൻ്റെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ മിക്സിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് വേറൊരു മിക്സ് കൂടി തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരിലെ കട്ടയിളക്കി ഒന്ന് ഉടച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് മട്ടൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു മിക്സ് കൂടിയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മല്ലിയിലയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇനി ഈ മിക്സിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം പെരിഞ്ജീരക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് ഈ മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്നും കൂടി നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കാണ് ഇനി മട്ടൻ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട്. ഈ മിക്സിലെ ഉപ്പ് പാകത്തിനാണോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ലാസ്റ്റ്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ പീസെല്ലാം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് ഒരു 1 അവേഴ്സോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. പുറത്ത് വയ്ക്കേണ്ട, ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയാകും. മട്ടൻ കുക്ക് ചെയ്തെടുക്കുമ്പോൾ 3/4 ഭാഗത്തോളം കുക്കായാൽ മതിയാകും. കാരണം ഈ മിക്സിനി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കുറച്ചുകൂടി കുക്കാവും, പിന്നെ ഗ്രേവിയിലിട്ട് തിളപ്പിക്കുമ്പോഴും കുറച്ചുകൂടി കുക്കാവും. അപ്പോൾ 3/4 ഭാഗം കുക്കായാൽ മതിയാകും. ഇപ്പോൾ കറക്റ്റ് 1 അവേഴ്സ് ആയിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ശേഷം ഇതിൽ നിന്ന് പീസ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ചാറ് ഒഴിച്ച് കൊടുക്കണ്ട, പീസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മട്ടൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പീസും കൂടി ഇട്ട് കൊടുക്കാം. എന്തായാലും ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക എന്തായാലും മറക്കരുത്. ബട്ടർ മസ്റ്റാണ്. ബട്ടർ കൂടി ഉണ്ടെങ്കിലാണ് ഇതിനൊരു സോഫ്റ്റും ടേസ്റ്റ് കൂടി ഒന്നുകൂടി കൂടുന്നത്. അപ്പോൾ എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി മറുവശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ മട്ടൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മട്ടൻ ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ ബാക്കി ഓയിലിൽ
ഒരു പീസ് ഏലക്കയും 2 പീസ് ഗ്രാമ്പൂവും 1 പീസ് പട്ടയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഓയിൽ കുറവാണെങ്കിൽ ഒരല്പം കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മട്ടൻ ഡിപ്പ് ചെയ്ത് വെച്ച ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മിക്സ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിക്കാക്കി എടുക്കാം. പെട്ടെന്ന് തിക്കായി കിട്ടും. ഇപ്പോൾ ഈ മിക്സ് നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച ഉടനെ തന്നെ പെട്ടെന്ന് കുറുകി വന്നോളും. അപ്പോൾ നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനാണ്. എരിവ് താല്പര്യമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നല്ലോണം തിളച്ചതിന് ശേഷം മട്ടൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. മട്ടൻ പീസ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഈ ഗ്രേവി തിക്കായി വന്നോളും. ഇതൊന്ന് നല്ലോണം തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തിക്കായിക്കോളും. അപ്പോൾ ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ തിളപ്പിച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എടുത്താൽ മതിയാകും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള അഫ്ഗാനി മട്ടൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ ഇത്രയും തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇത് തണുക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. കുക്ക് ചെയ്തതിന് ശേഷം തണുത്ത പിന്നെ ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഗ്രേവിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ലൂസായി പോവില്ല. ലൂസായാലും ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ ഇരിക്കും. ആ ഗ്രേവി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എന്തായാലും മട്ടനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള അഫ്ഗാനി മട്ടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന് കോമ്പിനേഷൻ ചെയ്യാനായി ബട്ടൂരയ്ക്കൊപ്പവും അതുപോലെ ചപ്പാത്തി, നെയ്പത്തിരി ഇതിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ട്രൈ ചെയ്യുന്നവർ എന്തായാലും കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. മട്ടൻ നല്ലോണം സോഫ്റ്റായിട്ട് കുക്കായിട്ടുമുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.